ഞാൻ പറഞ്ഞു എൻ്റെ അവസ്ഥ ഇപ്പം ഇതാണ്, ഞാനിവിടെ ഇന്നൊരു സ്ഥലത്താണെന്ന് പറഞ്ഞു. അവൾ എന്നോട് പറഞ്ഞു എൻ്റെ വീട് ഇവിടെ അടുത്താണ്, ജസ്റ്റ് 7 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഞാൻ നിൽക്കുന്നിടത്തേക്ക്. അങ്ങനെ അവൾ എന്നെ കാണാൻ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ മാക്സിമം ശ്രമിച്ചു എനിക്ക് വേണ്ടിയിട്ട്, ഒരു വിസയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഒരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നു. അവളുടെ നാട്ടുകാരിയായ ഒരു ആൻറ്റി, ആ ആൻറ്റി അവരുടെ ഗ്രൂപ്പിൽ എല്ലാവരോടുമായിട്ട് അന്വേഷിച്ചു. ഇതിനിടയ്ക്ക് മൂന്നാമത്തെ ദിവസം, ഞാൻ അവിടെ ചെന്ന് 3-ാമത്തെ ദിവസം എൻ്റെ വീടിനടുത്തുള്ളൊരു ചേച്ചി എന്നെ വിളിച്ചു. അപ്പം ഞാനിങ്ങനെ എൻ്റെ കാര്യം പറഞ്ഞു. വീട്ടിലോട്ട് ഞാൻ വിളിക്കാതെയായി, കാരണം അവരോട് എനിക്കിതൊന്നും പറയാൻ പറ്റില്ല. ലോൺ എടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്, അത് വലിയൊരു എമൗണ്ട് ആണ്. എൻ്റെ അച്ഛനും അമ്മയും സാധാരണക്കാരാണ്, പിന്നെ എൻ്റെ അനിയത്തി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കിത് അവരോടൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ആരെയും വിളിക്കാതെയായി. ഒരിക്കൽ എന്നെ അവിടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേച്ചി വിളിച്ചു. ആ ചേച്ചി അപ്പോൾ എൻ്റെ സങ്കടമൊക്കെ കേട്ടിട്ട് എന്നോട് പറഞ്ഞു, മോള് കൃപാസനം ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക, അത് ഓൺലൈനിൽ എടുക്കാൻ പറ്റും, ഞാൻ നിനക്കത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ആ സമയം വരെ കൃപാസനം എന്തെന്നോ ഈ അമ്മ എന്തെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു. ആ ചേച്ചി പറഞ്ഞു